നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ റോഡിൻ്റെ നിയന്ത്രണം കന്നുകാലികൾ ഏറ്റെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനുഷ്യരല്ല, പോലീസല്ല, ആരാണ് ഈ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്? കന്നുകാലികളെ അഴിച്ചുവിട്ട് ഇതിനെ മേയ്ക്കാൻ ഒരാൾ പോലും ഇതിൻ്റെ പിന്നാലെയില്ല. നോക്കൂ, വിനോദസഞ്ചാരികളുടേതടക്കമുള്ള വാഹനങ്ങൾ കന്നുകാലികൾക്ക് വേണ്ടി സ്ലോ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലൂടെ കന്നുകാലികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനക്കാർക്കും മറ്റു വാഹനയാത്രികർക്കും ഇത് അപകടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർക്ക് ഇതേപ്പറ്റി ഒന്നും പറയാനില്ലേ? ഇത്തരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്ന ഉടമകൾക്കെതിരെ നടപടിയെടുക്കേണ്ട കാര്യം ശക്തമായിരിക്കുകയാണ്. കാലം കഴിഞ്ഞുപോയി. ഇവിടെ രാഷ്ട്രീയമോ മുഖസ്തുതിയോ പാടില്ല. അപകടം വന്നതിന് ശേഷമാണോ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? പോയിക്കൊണ്ടിരിക്കുകയാണ്, കന്നുകാലികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നു, ദാ ആ വാഹനം കാത്തു നിൽക്കുകയാണ്. കന്നുകാലികൾക്ക് വേണ്ടി ഈ വാഹനം അവിടെ കാത്തു നിൽക്കുകയാണ്. ഒട്ടേറെ തിരക്കുകൾക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ടൗൺ ചുറ്റി പോകാതിരിക്കാൻ വേണ്ടി ഒലവക്കോട് നിന്നും മലമ്പുഴ കഞ്ചിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒത്തിരി യാത്രക്കാരുണ്ട്. അവർക്കെല്ലാം മാർഗതടസ്സമായി നിൽക്കുന്ന ഈ കന്നുകാലികളെ അഴിച്ചു വിട്ടിട്ടുള്ള ഉടമസ്ഥർ ഏതാണെങ്കിലും മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് ധൈര്യമുണ്ടോ എന്നാണ് നാട്ടുവിശേഷം എന്ന ചാനൽ ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ സങ്കടം വരികയാണ്, ദേഷ്യം വരികയാണ്. കന്നുകാലികളെ റോഡിൽ അഴിച്ചുവിടാൻ പാടില്ലെന്ന നിയമം ഉണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാൻ ആരും തയ്യാറാവുന്നില്ല. എന്തേ തയ്യാറാവാത്തത്? കന്നുകാലികളുടെ യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതാ ആ കാറ് നിർത്തിയിരിക്കുകയാണ് കന്നുകാലികളെ ഇടിക്കാതിരിക്കാൻ വേണ്ടി. ഇതിലൂടെ വരുന്ന ഇരുചക്ര വാഹനക്കാരെ കന്നുകാലി തിരിഞ്ഞു കഴിഞ്ഞാൽ, തട്ടി വീണാൽ ആര് പറയും അതിൻ്റെ ഉത്തരം? റോഡിൻ്റെ നടുവിലൂടെയാണ് കന്നുകാലിക്കൂട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരുടെ കന്നുകാലികളാണ്? ആരാണ് അഴിച്ചു വിട്ടത്? ഇത് അന്വേഷിക്കേണ്ട ചുമതല ആർക്കാണ്? ജനങ്ങൾ അന്വേഷിക്കണോ? പഞ്ചായത്ത് അധികൃതർ അന്വേഷിക്കണോ? ആരാണ് അന്വേഷിക്കേണ്ടത്? കണ്ടില്ലേ, മലമ്പുഴയുടെ സ്ഥിതി കണ്ടില്ലേ? കന്നുകാലികളുടെ നിയന്ത്രണത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്ന മലമ്പുഴയുടെ റോഡ് എന്ന് പറഞ്ഞാൽ നാണമില്ലേ മനുഷ്യർക്ക്? നമ്മുടെ റോഡ് നിയന്ത്രിക്കേണ്ടത് കന്നുകാലികളോ അതോ മനുഷ്യരോ? ആരാണ് ഇതിന് നടപടിയെടുക്കേണ്ടത്? നടപടിയെടുക്കേണ്ട അധികൃതർ മൗനത്തിലായിരിക്കുകയാണ്. എങ്ങനെയാണ് മൗനം പാലിക്കുന്നത്? എന്തിനാണ് മൗനം പാലിക്കുന്നത്? കഷ്ടം തന്നെ. എത്രയും വേഗം ഇത്തരത്തിലുള്ള കന്നുകാലികളെ അഴിച്ചുവിടുന്ന ഉടമസ്ഥനെതിരെ ശക്തമായി തന്നെ നടപടിയെടുക്കണം. ചങ്കൂറ്റമായി തന്നെ നടപടിയെടുക്കണം. കക്ഷി രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും ഇരുചക്ര വാഹനക്കാർക്ക് നേരെ ഈ കന്നുകാലികളുടെ അതിക്രമം നടന്നു വരുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കണ്ടോ? പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ നിന്നും ഈ ചാനലിൻ്റെ ക്യാമറമാൻ പിന്തുടർന്ന് കന്നുകാലികളെ ഷൂട്ട് ചെയ്ത് കവിത ഓഡിറ്റോറിയം വരെ
പിന്തുടർന്ന് ഷൂട്ട് ചെയ്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും കന്നുകാലികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി എടുക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുന്നു.